കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 38 വോട്ടിന് UDF വിജയിച്ചു കയറിയ മണ്ഡലമാണ് പെരിന്തൽമണ്ണ. പക്ഷേ 5 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അവിടെ UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം നജീബ് കാന്തപുരം എന്ന യുവ MLA അത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് ആ 5 വർഷവും മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുമ്പോൾ 17,000-ന്റെ ഭൂരിപക്ഷമാണ് UDF-നുള്ളത്. വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ടല്ല, സത്യത്തിൽ അത്രയും ഒരു പ്രതീക്ഷ UDF വയ്ക്കുന്നുണ്ടല്ലേ? അല്ല, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം UDFിൻ്റെ ശക്തമായ അടിത്തറയുള്ള വേരോട്ടമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം എൻ്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ 5 വർഷക്കാലവും ജനങ്ങൾക്കിടയിൽ സമ്പൂർണ്ണമായി ചെലവഴിച്ച ഒരാളാണ്. വ്യക്തിപരമായ എൻ്റെ കാര്യങ്ങൾ എല്ലാം മാറ്റിവെച്ച് 24/7 മണ്ഡലത്തെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും അവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒരു നിയമസഭാ അംഗം എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ചെയ്തതിൻ്റെ പേരിൽ പുറമെയായി ഞാൻ ചെയ്ത ഓവർ ടൈം വർക്കുകളാണ്. പലപ്പോഴും ആളുകൾ പരിഹാസത്തോടെ പറയുന്ന ആളുകളുണ്ട്, പല പ്രോജക്റ്റുകളെയും കളിയാക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ വീടുകളിലേക്ക് കൂടി വേരുകളുണ്ടാകുന്ന പ്രോജക്റ്റുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, വികസന കാര്യങ്ങളിലും ഞാൻ 100% ശ്രദ്ധിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഞാൻ ആകെ ആബ്സെൻ്റ് ആയത് 2 ദിവസമാണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും നിയമസഭയിൽ പൂർണ്ണമായിട്ടും പ്രസൻ്റായ ഒരു MLA എന്ന നിലയിൽ, ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ സാമൂഹ്യ പ്രസക്തമായ മുഴുവൻ വിഷയങ്ങളും ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഈ 5 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ കോളനി എന്ന ഒരു പദം ഒഴിവാക്കാൻ നിമിത്തമായ ഒരു ഇടപെടൽ നിയമസഭക്കകത്ത് നടത്താൻ കഴിഞ്ഞു. അത് വിജയിച്ചു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന മനുഷ്യരുടെ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. വികസന കാര്യങ്ങളിലാണെങ്കിൽ എൻ്റെ നിയോജകമണ്ഡലം നേരിട്ട ഏറ്റവും പ്രതിസന്ധിയുള്ള റോഡുകളുടെ എല്ലാം പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തൂതവെട്ടത്തൂർ റോഡ് 17 കിലോമീറ്റർ പൂർണ്ണമായും BMC ചെയ്ത് അതിൻ്റെ ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്നു. മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കെന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിക്കകത്ത് 3.25 കോടി രൂപ ചെലവഴിച്ച് പുതിയ ബൈപ്പാസ് നിർമ്മിച്ച് ടൗൺ ഹാൾ കക്കൂത്ത് റോഡ് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ മണലായ മുതുകുറിശി റോഡ് 5 കോടി രൂപയിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ റോഡ് വികസന കാര്യങ്ങൾ. ഇതേപോലെ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, അവിടുത്തെ വില്ലേജ് ഓഫീസ് സ്റ്റെപ്പുകളായി കയറിപ്പോകണം. ഒരു ഭിന്നശേഷിക്കാരനോ പ്രായമുള്ള ആൾക്കോ എന്നും ബന്ധപ്പെടേണ്ട ഒരു വില്ലേജ് ഓഫീസ് കയറിപ്പോകാൻ പറ്റില്ലായിരുന്നു. ആ വില്ലേജ് ഓഫീസ് 1.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് MLA ഫണ്ടിൽ നിന്നാണ് അത് നിർമ്മിക്കാൻ പോകുന്നത്. അതിൻ്റെ ആർക്കിടെക്ചർ പോലും നമ്മൾ പുറത്തുനിന്ന് ചെയ്യിപ്പിച്ചു. ഞങ്ങൾ റവന്യൂ അസംബ്ലിയിൽ വെച്ച് അതിൻ്റെ ഒരു പ്ലാൻ കാണിച്ചപ്പോൾ ബഹുമാന്യനായ റവന്യൂ മന്ത്രി എന്നോട് ചോദിച്ചത് കലക്ട്രേറ്റ് ആണോ വില്ലേജ് ഓഫീസാണോ. ഇതൊക്കെ വരുന്നത് പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ വികസനം എന്ന് പറഞ്ഞ് എന്താണ് കൊണ്ടുവരാത്തത്? പ്രാദേശികമായി കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ കാലത്ത് പ്രാദേശികമായി വികസന പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും ഫണ്ട് വെക്കാൻ കഴിയാത്തപ്പോൾ അവിടെ എല്ലാം പ്രാദേശികമായി ഫണ്ട് വെച്ചത് MLA ഫണ്ടിൽ നിന്നാണ്. എന്ത് പുതിയ പ്രൊജക്റ്റാണ് വരുന്നത് കാണിച്ചു കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്നത്. അതെ, പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വലിയ വ്യവസായ സംരംഭമാണോ? ഇപ്പോൾ പ്രോജക്റ്റിൽ പ്രധാനമായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിയോജകമണ്ഡലത്തിൽ ചെയ്യാൻ കഴിഞ്ഞു. 100 കോടി രൂപയുടെ ഏതാണ്ട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നെ അതിന് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, ഞാനിവിടെ മത്സരിക്കാൻ വരുമ്പോൾ ചെറുപ്പക്കാരുടെയും അതുപോലെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയൊക്കെ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ആ കൊടികുത്തി മല ഒന്ന് തുറക്കണമെന്നാണ്. ഇന്ന് നിങ്ങൾ പോയി നോക്കൂ, 2021 19 മുതൽ അടഞ്ഞു നിന്ന ഒരു കൊടികുത്തി മല ഇന്ന് മലപ്പുറത്തെ ടൂറിസം മാപ്പിൽ 100% അടയാളപ്പെടുത്തിയ ഒരു പ്രോജക്റ്റായി വികസിപ്പിച്ചത് ഈ 5 കൊല്ലം കൊണ്ടാണ്. അതിൽ MLA ഫണ്ട് മാത്രം വിനിയോഗിച്ചും സെൻട്രൽ ഫണ്ടുകൾ കൊണ്ടുവന്നും നമ്മളതിന് സമ്പൂർണ്ണമായി മാറ്റി കഴിഞ്ഞു. അന്ന് ഒരാൾക്ക് കയറിപ്പോകാൻ പോലും പറ്റാത്ത സ്ഥലത്ത് ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്ന് ഗവൺമെൻറ്റിന് 1 കോടി രൂപ നമ്മൾ ട്രഷറിയിലേക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇത് ടൂറിസം രംഗത്ത് വളരെ ശ്രദ്ധേയമായ മാറ്റം കൊടികുത്തി മലയിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചറിൽ നിരവധിയായിട്ടുള്ള 100 കണക്കിന് റോഡുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതൊക്കെ
ആളുകൾ കാണുന്ന കാഴ്ച തന്നെയാണ്, ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. ഇതിലിപ്പോൾ അങ്ങ് പ്രതീക്ഷ വയ്ക്കുന്നതാണ് ഈ വർക്ക് നിയർ ഹോം അല്ലേ? എന്താ ഇപ്പോൾ പുതിയൊരു പദ്ധതി സർക്കാർ നമുക്ക് അനുവദിച്ചു തന്ന ഒരു പദ്ധതിയാണ് പിന്നെ വർക്ക് നിയർ ഹോം. അത് ധനകാര്യ വകുപ്പ് കേരളത്തിൽ 2 പ്രോജക്റ്റുകളാണ് ഓൺ ചെയ്യുന്നത്. ഒന്ന് ശ്രീ ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിലും ഒന്ന് പെരിന്തൽമണ്ണയിലും. പെരിന്തൽമണ്ണയിൽ എന്തുകൊണ്ട് ഈ വർക്ക് നിയർ ഹോം നമുക്ക് അനുവദിച്ചു എന്നതിൻ്റെ കാരണം തന്നെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 3 വർഷമായി നമ്മൾ പെരിന്തൽമണ്ണയിൽ അവിടുത്തെ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിൻ്റെ മൈൻഡ് സെറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തിയ സ്കെയിലപ്പ് കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളവിടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കി, സംരംഭകത്വ രംഗത്ത് വലിയ അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാക്കി, സദ്ഗ്രാമം എന്ന പ്രോജക്റ്റ് വഴി ഏറ്റവും താഴെക്കിടയിലുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മളവിടെ ഏറ്റവും പ്രയാസപ്പെടുന്ന നമ്മളുടെ പിന്നെ ഏറ്റവും ചെറിയ ജോലിക്ക് ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർക്ക്, ഹരിതകർമ്മസേന അംഗങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടി ടീച്ചർമാർക്ക്, റിട്ടയർഡ് അംഗൻവാടി ടീച്ചർമാർക്ക്, അവർക്കെല്ലാവർക്കും ഹെൽത്ത് കാർഡ് ഏർപ്പെടുത്തി അവരുടെ എല്ലാം ജീവിതം സുരക്ഷിതമാക്കി. ഇങ്ങനെയൊക്കെ അല്ലേ ഒരു MLA ചെയ്യേണ്ടത്? ശരിക്കും ഇടതുപക്ഷം അവിടെ പരിഹസിക്കുന്നത് റീൽസ് എടുക്കാൻ മാത്രമേ MLAക്ക് സമയമുള്ളൂ, അതേപോലെ കല്യാണ വീട് കയറിറങ്ങാനേ സമയമുള്ളൂ. അത്തരത്തിലൊരു പരിഹാസമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ മുഹമ്മദ് മുസ്തഫയും ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ വിമർശനമൊക്കെ. എങ്ങനെയാണ് ഇതിനൊക്കെ കാണുന്നത്? അല്ല, കല്യാണത്തിന് പോകുന്നത് ഒരു മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കല്യാണം വിളിക്കുക എല്ലാവരെയും വിളിക്കില്ലല്ലോ. നിങ്ങളെ കല്യാണം ആരെയും നിങ്ങൾ വിളിക്കുക? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളല്ലേ, നിങ്ങൾ ഏറ്റവും ബന്ധമുള്ള ആളുകളല്ലേ. അത്രയും കല്യാണത്തിന് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പെരിന്തൽമണ്ണയിൽ അത്രയും ആളുകൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അപ്പോൾ എന്നെ കല്യാണം വിളിക്കും, വേറെ ആരെയും കല്യാണം വിളിക്കാത്ത ഞാൻ എന്ത് ചെയ്യും? ഓരും പോയിക്കോട്ടെ, വിളിച്ചാൽ കല്യാണത്തിന് പോയിക്കോട്ടെ. അപ്പം ഇതൊക്കെ പക്ഷേ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം ഒരു കല്യാണപ്പുരയിൽ തീരുന്നു എന്ന് കരുതുന്ന ഒരു MLA അല്ല ഞാനെന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത 5 വർഷം കഴിഞ്ഞ് നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല ചെയ്തത്. 25 കൊല്ലം കഴിഞ്ഞിട്ട് പെരിന്തൽമണ്ണ എന്താവണം എന്ന് എൻ്റെ ഒരു വിഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷൻ സക്സസ് ആവും. ആ വിഷൻ ഒരു കാലത്ത് ലോകം തന്നെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം. ഒരിക്കലും മത്സരിക്കാൻ തയ്യാറായി കഴിഞ്ഞോ? എത്രയാണ് പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം? അല്ല, പാർട്ടി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഇതൊക്കെ ഒരു അസൈൻമെൻ്റ് ആയിട്ട് മാത്രം കാണുന്ന ആളാണ്. ഞാൻ പലപ്പോഴും മാധ്യമപ്രവർത്തകരോട് പറയാറുള്ള ഒരു കാര്യം, എനിക്കിത് പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു ചുമതല മാത്രമാണ്. ഈ ചുമതല 5 വർഷം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഭംഗിയായി അത് നിർവഹിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇനി പാർട്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ അത് മനോഹരമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണ്. മാത്രമല്ല എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം പെരിന്തൽമണ്ണയിൽ തന്നെ മത്സരിക്കാനാണ്. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി അങ്ങനെ പ്രഖ്യാപിച്ചാൽ സന്തോഷപൂർവ്വം സ്വീകരിക്കും. വോട്ടിൻ്റെ കാര്യം ജനങ്ങളാണല്ലോ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ എന്നെ വിമർശിക്കുന്ന ആളുകൾ അവരുടെ വീട്ടിലെ കുട്ടികളോട് ചോദിക്കട്ടെ അവർ പറഞ്ഞത് ശരിയാണോ എന്ന്. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ കൃത്യമായ മറുപടി നൽകുകയും മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണമിട്ട് പറയുകയും ചെയ്യുന്ന അദ്ദേഹം തനിക്കുള്ള സ്വീകാര്യതയാണ് കല്യാണ വീടുകളിലേക്ക് ക്ഷണം എന്നുകൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ ഇടതുപക്ഷത്തിനുള്ള ഉറച്ച മറുപടി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.